ഈ സീസൺ ടിക്കറ്റുകാർക്കൊക്കെ അറിയാം കൺട്രോളറെ കാര്യം അറിയാം. അങ്ങോട്ട് വിളിക്കാം. അവര് വിളിക്കും, പിന്നെ തെറി പറയും, അതൊക്കെ ചെയ്യും. പാസഞ്ചർ ട്രെയിൻ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഈ എക്സ്പ്രസ് ട്രെയിനിനെ കടത്തി വിടണം. അതെ, ഈ നിർത്തണ തീരുമാനം എടുക്കുന്നത് കൺട്രോളറാണ്. കാരണം പുറകിൽ വരുന്ന വണ്ടികൾക്ക് ആഘാതം ഉണ്ടാകാതെ, ആ വണ്ടി അതിൻ്റെ തൊട്ട് പുറകിലത്തെ സ്റ്റേഷനിൽ നിൽക്കേണ്ടി വരാതെ അതിന് കടന്നു പോകാനുള്ള ഒരു വഴിയൊരുക്കണം. ആ വഴിയൊരുക്കണമെങ്കിൽ ഈ മുമ്പിലത്തെ ട്രെയിൻ നിർത്തിയേ പറ്റും. ഇതിന് മുഴുവൻ അവസാന സമ്മാനം പറയേണ്ട ഒരു ഗുഡ്സ് ട്രെയിനാണ്. ഗുഡ്സ് ട്രെയിൻ പോകാതെ ഇങ്ങനെ കടന്നു പോകും. 2 സ്റ്റേഷൻ ഇടയ്ക്കുള്ള ഇതിൽ പലപ്പോഴും കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും. അതിന് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് റെയിൽവേയിൽ എല്ലാ കമാൻഡുകളും ഒരാളിൽ നിന്ന് ഒരാളിൽ എത്തുന്ന സിഗ്നൽ കൂടിയാണ്. നടപ്പാക്കലുകാരനാണ് സ്റ്റേഷൻ മാഷും ഡ്രൈവറും. ഇവർ രണ്ടുപേരുടെയും കോർഡിനേറ്റ് ചെയ്യുന്ന ലിങ്ക് മാൻ, റെയിൽവേ ആയിട്ടുള്ള ലിങ്ക് മാനാണ്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് പാലക്കാടാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട അധികമാർക്കും അറിയാത്ത ഒരു ഉദ്യോഗസ്ഥയെ അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. റെയിൽവേ ട്രാഫിക് കൺട്രോളർ. എന്താണ് ആ പോസ്റ്റിൻ്റെ പ്രാധാന്യം? പലർക്കും അറിയില്ല. റെയിൽവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിൻ എവിടെയെങ്കിലും പിടിച്ചിടുമ്പോൾ പലപ്പോഴും അതിൻ്റെ പഴി പോകുന്നത് സ്റ്റേഷൻ മാസ്റ്റർക്കോ ലോക്കോ പൈലറ്റിനൊക്കെ ആവാം. പക്ഷെ അതിൻ്റെ പിന്നിൽ അകലെ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട്. അങ്ങനെ ദീർഘകാലം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം സർ. നമസ്കാരം. മോഹനൻ നായർ. അതെ അല്ലേ? റെയിൽവേ കൺട്രോളിംഗ് ഇൻസ്പെക്ടറായി, അല്ല ട്രാഫിക് കൺട്രോളർ ദീർഘകാലം ജോലി ചെയ്യാൻ കഴിഞ്ഞു. ശരിക്കും എനിക്കുൾപ്പെടെ എന്താണ് ഈ ഫങ്ഷൻസ് ഓഫ് എ ട്രാഫിക് കൺട്രോളർ റെയിൽവേ ശരിക്കും അറിയില്ല. യാത്രക്കാരിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്ന് കരുതുന്നു. ഒരു ലോക്കോ പൈലറ്റിൽ നിന്ന് ആണ് ഇങ്ങനൊരു ജോലിയുടെ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ഫങ്ഷൻസ്, ബേസിക് ഡ്യൂട്ടീസ്? ട്രെയിനുകൾക്ക് പലതരം പ്രയോറിറ്റി ഉണ്ട്. നമ്മൾ ഓടുന്ന വണ്ടികൾക്ക് പാസഞ്ചർ ട്രെയിനിൻ്റെ പ്രയോറിറ്റി അല്ല എക്സ്പ്രസ് ട്രെയിനിന്, അതിനേക്കാൾ കൂടിയ പ്രയോറിറ്റിയാണ്. എക്സ്പ്രസ് ട്രെയിനിൽ തന്നെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾക്ക് അതിനേക്കാൾ കൂടിയ പ്രയോറിറ്റിയാണ്. അപ്പോൾ ഒരു സ്റ്റേഷൻ, ഉദാഹരണത്തിന് മംഗലാപുരം വിട്ട ഒരു വണ്ടി, ഈ വണ്ടികളുടെ സ്പീഡിനും വ്യത്യാസമുണ്ട്. പാസഞ്ചർ ട്രെയിനിൻ്റെ സ്പീഡിന്, അതിൻ്റെ സ്റ്റോപ്പുകളുടെ എണ്ണത്തിന്, അത് കഴിഞ്ഞ് എക്സ്പ്രസ് ട്രെയിനിൻ്റെ സ്പീഡിന്, അതിൻ്റെ സ്റ്റോപ്പുകളുടെ എണ്ണത്തിന്, അത് കഴിഞ്ഞ സൂപ്പർ ഫാസ്റ്റ് ട്രെയിന് ഇതിൻ്റെ സ്പീഡിനും സ്റ്റോപ്പിൻ്റെ എണ്ണത്തിനും വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം അനുസരിച്ച് അവ ഒരു 100-150 കിലോമീറ്റർ ഓടിയെത്താൻ എടുക്കുന്ന സമയത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ട്രെയിൻ, ഒരു ഉദാഹരണത്തിന് പാസഞ്ചർ ട്രെയിൻ ഒരു സ്റ്റേഷൻ വിട്ടു, മംഗലാപുരം സ്റ്റേഷൻ വിട്ടു, അവിടുന്ന് 2-3 സ്റ്റേഷൻ വരുമ്പോഴേക്കും അത് കഴിഞ്ഞ് മംഗലാപുരം വിട്ട ഒരു എക്സ്പ്രസ് ട്രെയിൻ, ഇതിനേക്കാൾ വേഗതയിൽ ഓടേണ്ട ഒരു എക്സ്പ്രസ് ട്രെയിൻ, സ്റ്റോപ്പേജ് കുറഞ്ഞൊരു എക്സ്പ്രസ് ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ഈ പാസഞ്ചർ ട്രെയിൻ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഈ എക്സ്പ്രസ് ട്രെയിനിനെ കടത്തി വിടണം. ഈ നിർത്തണ തീരുമാനം എടുക്കുന്നത് കൺട്രോളറാണ്. കാരണം പുറകിൽ വരുന്ന വണ്ടികൾക്ക് ആഘാതം ഉണ്ടാകാതെ, ആ വണ്ടി അതിൻ്റെ തൊട്ട് പുറകിലത്തെ സ്റ്റേഷനിൽ നിൽക്കേണ്ടി വരാതെ അതിന് കടന്നു പോകാനുള്ള ഒരു വഴിയൊരുക്കണം. ആ വഴിയൊരുക്കണമെങ്കിൽ ഈ മുമ്പിലത്തെ ട്രെയിൻ നിർത്തിയേ പറ്റും. അതിനുവേണ്ടി ആ വണ്ടി നിർത്തിയിട്ട് പുറകിൽ വരുന്ന എക്സ്പ്രസ് ട്രെയിനെ കടത്തി വിടും. ഇൻ ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ് ഏതൊക്കെ ട്രെയിൻ എപ്പോഴൊക്കെ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ കൺട്രോളറാണ്. അത് വണ്ടികൾ സഞ്ചരിക്കുന്ന അനുസരിച്ചാണ് ആ തീരുമാനം. അത് ഓരോ ദിവസവും വ്യത്യാസപ്പെടാം, എപ്പോഴും എല്ലാ മിനിറ്റിലും വ്യത്യാസപ്പെടാം. എല്ലാ മിനിറ്റിലും പ്രയോറിറ്റി ചേഞ്ചസ് ഫ്രം മിനിറ്റ് ടു മിനിറ്റ് ആണ്. പ്രയോറിറ്റിക്ക് വ്യത്യാസം വരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ പ്രയോറിറ്റികളുണ്ട്. ശരിയാണ്. കാരണം എല്ലാ ദിവസവും ഒരേ വണ്ടി ഒരേ സ്റ്റേഷനിലല്ലോ അത് മറ്റേ ട്രെയിൻ ഇത്തിരി അല്പം ലേറ്റ് ആയാൽ ഈ ട്രെയിൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും. പുറകിൽ വരുന്ന വണ്ടി അല്പം ലേറ്റായി വരുന്നത് മറ്റു സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, കൊങ്കൺ റെയിൽവേ കൂടി കടന്നു വരുന്ന ഒരു വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ മംഗലാപുരം വിട്ട വണ്ടി, ആ വണ്ടി ചിലപ്പോൾ 1 മണിക്കൂർ ലേറ്റ് ആണ്, ഈ വണ്ടിക്ക് ഒരു 5 സ്റ്റേഷനോടെ മുമ്പോട്ട് പോകാൻ കഴിയും. അപ്പോഴേ ആ വണ്ടി ഇതിന്റെ പുറകിൽ എത്തുള്ളൂ. അപ്പോൾ അത് നിർത്തിയിട്ട് അതിനെ കടത്തി വിടണം. അപ്പോൾ ഒരു സ്വാഭാവിക സംശയം വരുന്നത്, എവിടെയാണ് ഈ റെയിൽവേ ട്രാഫിക് കൺട്രോളർ ഓഫീസ്? അത് എപ്പോഴും ഡിവിഷണൽ ഓഫീസിലായിരിക്കും. എവിടെയാണ് ഡിവിഷണൽ ഓഫീസിന്റെ കീഴിൽ ധാരാളം സ്റ്റേഷനുകളുണ്ട്. ഈ സ്റ്റേഷനുകളുടെ എല്ലാം ഡേറ്റാസ്, റണ്ണിങ് ടൈം എല്ലാം ഇവിടെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഈ കൺട്രോളർക്ക് അതൊക്കെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് വേണം പുസ്തകം നോക്കാനൊന്നും പറ്റിയല്ല. അതിന് കൺട്രോളർക്ക് ഒരു പ്ലോട്ടിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ട്രെയിൻ വിട്ടു കഴിഞ്ഞാൽ കൺട്രോളർ ആദ്യം അതിന് പ്ലോട്ട് ചെയ്യും. ഈ വണ്ടി എങ്ങനെയാണ് പോവുക എന്നുള്ളത് പ്ലോട്ട് ചെയ്യും. ഇപ്പം അത് മുഴുവൻ ഓട്ടോമാറ്റിക് ആക്കിയതുകൊണ്ട് ആ പ്ലോട്ടിങ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. റിസ്ക് കുറഞ്ഞു. അതിന് പറഞ്ഞിരിക്കുന്ന സ്പീഡുണ്ട്. ആ സ്പീഡിൽ അത് പോയി
അത് നിർത്തി വിട്ടു അങ്ങനെ പോകുമ്പോൾ അത് പോകുന്ന വേഗത, പുറകെ വരുന്ന വണ്ടി നിർത്തി വിടൽ കുറവാണ്, നിർത്തൽ കുറവായിരിക്കും, സ്റ്റോപ്പില്ലാത്ത വണ്ടിയാണ് വരുന്നുണ്ടെങ്കിൽ അതിന് വേഗതയും കൂടുതലുണ്ടാവും. അത് വളരെ വേഗം ഈ വണ്ടിയുടെ ഒപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലെത്തും. പിന്നെ റെയിൽവേയുടെ ഒരു വലിയൊരു നിബന്ധന 2 സ്റ്റേഷനുള്ളിൽ ഒരു ട്രെയിനേ പാടുള്ളൂ. 2 സ്റ്റേഷനുള്ളിൽ ഒരു ട്രെയിനേ പാടുള്ളൂ. എയിൽ നിന്നും വിട്ട ഒരു വണ്ടി ബിയിലെത്താതെ എയിൽ നിന്ന് അടുത്ത വണ്ടി വിടാൻ പറ്റില്ല. അതാണ് റെയിൽവേയുടെ ഒരു വലിയൊരു തടസ്സം. അതുകൊണ്ടാണ് ഈ പിടിച്ചിട്ട് നമ്മളോട് ആവശ്യം വരുന്നത്. അതിന് ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഡബിൾ ലൈൻ വന്നാലും ഈ കാര്യത്തിൽ മാറ്റമില്ല. 2 സ്റ്റേഷനിലിടയ്ക്ക് ഒരു ട്രെയിനേ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന സിസ്റ്റത്തിന്റെ പേര് അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം എന്നാണ്. അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ടായിട്ട് ഒരു ബ്ലോക്കിൽ ഒരു ട്രെയിനേ പാടുള്ളൂ. 2 സ്റ്റേഷൻ ഇടയ്ക്കുള്ള ഗ്യാപ്പിനെയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒരു സൈഡിലേക്കുള്ള കാര്യമൊന്നും അതോ നിങ്ങൾ ആദ്യം ഒരു സൈഡിലേക്കുള്ളത് നോക്കൂ, മറ്റേ സൈഡിനെ വിടൂ. അങ്ങനെയല്ല, ഞാനിപ്പോ 2 സ്റ്റേഷനിടയിൽ ഒരു ട്രെയിനേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു ഡയറക്ഷനിൽ. അതാണ് എന്റെ ചോദ്യം. കാരണം ഒരു ഡയറക്ഷനിൽ ഒരു ട്രെയിനേ പാടുള്ളൂ. കാരണം ഒരു ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റേ ഡയറക്ഷനിൽ ഒരു ട്രെയിൻ ആകാം. അത് ഈ ഒരു വണ്ടിയുടെ മുമ്പിൽ കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിർത്താനുള്ള സൗകര്യ സ്റ്റേഷന് വേണം. നിർത്തിയിട്ടല്ലേ പറ്റൂ, എന്നാലേ പറ്റുള്ളൂ. ഇപ്പം അതിന് ഞങ്ങൾ റെയിൽവേ പറയുന്ന ലൂപ്പ് ലൈൻ ഫെസിലിറ്റി ഉണ്ടാവണം. ലൂപ്പ് ലൈനിൽ കയറ്റി നിർത്തിയിട്ട് അടുത്ത വണ്ടിയെ കയറ്റി വിടാൻ പറ്റുള്ളൂ. ഒരു ഫ്രീ ലൈൻ വേണം. ഫ്രീ ലൈൻ വേണം. ആ ലൂപ്പ് ലൈൻ ഫ്രീ ആയിരിക്കണം. കറക്റ്റ്. അങ്ങനെയാണെങ്കിലേ അവിടെ കയറ്റി നിർത്താൻ പറ്റുള്ളൂ. അവിടെ കയറ്റി നിർത്തിയിട്ട് വേണം പുറകിലുള്ള വണ്ടിയെ കയറ്റി വിടാൻ. അങ്ങനെ ആ വണ്ടി പോകും. ഇതിനിടയ്ക്ക് ഗുഡ്സ് ട്രെയിനുകൾ ഉണ്ടാവും. ഈ ഗുഡ്സ് ട്രെയിനുകൾ പാസഞ്ചർ ട്രെയിനിനേക്കാൾ പുറകിലാണ് അതിന്റെ പ്രയോറിറ്റി. ഇപ്പോൾ പാസഞ്ചർ ട്രെയിനിനെ അഫക്റ്റ് ചെയ്യാതെ എക്സ്പ്രസ് ട്രെയിനിനെ അഫക്റ്റ് ചെയ്യണ പ്രശ്നമില്ല. അഫക്റ്റ് ചെയ്യാതെ വേണം ഗുഡ്സ് ട്രെയിനുകൾ കൊണ്ടുപോകാൻ. ഇത് രണ്ടും പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ യാത്ര ചെയ്യുന്ന ഇടവേളകളിൽ വേണം ഗുഡ്സ് പോകാൻ. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പാസഞ്ചർ ട്രെയിൻ ഉണ്ടെങ്കിൽ, പാസഞ്ചർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് മെയിൽ എല്ലാം ചേർത്തിട്ടുള്ള വണ്ടികൾ കൂടുതലുണ്ടെങ്കിൽ ഗുഡ്സ് ട്രെയിനുകളെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ മുഴുവൻ മാനേജ് ചെയ്യേണ്ടത് ഈ കൺട്രോളറാണ്. ഓരോ മിനിറ്റ് ആയിരിക്കണമല്ലോ. അതെ, ഓരോ മിനിറ്റിനും കൺട്രോളർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റേഷനിൽ എത്ര ലൈനുണ്ട്, അതിലേതെങ്കിലും ലൈന് ബ്ലോക്കാണോ, വേറെ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തകരാറുള്ള ഒരു കോച്ചോ ഒക്കെ പോലും ഒരു ലൈനിൽ നിൽക്കാം. അത് നിന്നാൽ തന്നെ ലൈൻ ബ്ലോക്കായി. ഒരു ട്രെയിൻ വേണമെന്നില്ല, ഒരു എഞ്ചിൻ നിന്നാലും മതി, ആ ലൈൻ ബ്ലോക്കായി. അതും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ട്രെയിൻ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ട്രെയിനിനെ എവിടെയെങ്കിലും നിർത്തുന്ന കാര്യം പ്ലാൻ ചെയ്യാൻ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉള്ളത് അല്ലെങ്കിൽ ഈ അഡ്വാൻസ് ടെക്നോളജീസ് ഉള്ളത് കൊണ്ട് വേണം ഇതിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. അതെ, പക്ഷേ മുൻപ് ഇത് വളരെ റിസ്കി മുൻപ് വളരെ റിസ്കി ജോണായും മുമ്പത്തെ കാര്യങ്ങളാണെങ്കിൽ കൂടുതൽ പറയാനുണ്ട്. പ്രത്യേകിച്ച് സിംഗിൾ ലൈൻ. സിംഗിൾ ലൈനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ചിലപ്പം ചില സ്റ്റേഷനുകളിൽ ചില എക്സ്പ്രസ് ട്രെയിൻ പോലും മുഴുവൻ നിൽക്കില്ല. ഉദാഹരണം പറയാം, ഞാൻ തിക്കൊടി സ്റ്റേഷനിൽ ഞാനൊക്കെ സർവീസ് വരുന്ന കാലത്ത് 21 ബോഗിയേ ഒരു ലൈനിൽ നിൽക്കുകയുള്ളൂ. 2 ലൈനേ ഉള്ളൂ. 21 ബോഗി ഒരു ലൈൻ നിൽക്കുകയുള്ളൂ. ഒരു വണ്ടിക്ക് 21 ബോഗി ഉള്ളെങ്കിൽ അവിടെ നിർത്താം. കൂടുതലുണ്ടെങ്കിൽ അവിടെ നിർത്താൻ പറ്റില്ല. ഈ ലൈനിൽ കയറിയാൽ മറ്റേ വേറെ വണ്ടിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതായത് അല്ലാത്തൊരു സ്റ്റേഷനിൽ കൊണ്ടുപോകണം, കുറച്ചുകൂടി വലിയ സ്റ്റേഷനിലെത്തിക്കും. വലിയ സ്റ്റേഷൻ. അപ്പൊ അതുകൊണ്ട് അതിനെന്താണ്, ഈ കൺട്രോളർ അറിഞ്ഞിരിക്കണം ആ വണ്ടിക്ക് എത്ര നീളമുണ്ടെന്ന്. അതും നേരത്തെ അറിഞ്ഞു വെച്ചിരിക്കണം. അതുകൊണ്ട് ആ സ്റ്റേഷനിൽ അത് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്ത് വേണമെങ്കിൽ കുറച്ചൊരു ഡോക്ടറുടെ അറിവ് വേണം ഒരു കൺട്രോളർക്ക്. തീർച്ചയായും. ഒരു രോഗി കണ്ടു കഴിഞ്ഞാൽ ലക്ഷണം നോക്കിയിട്ട് ഉടനെ ഒരു പുസ്തകം എടുത്ത് നോക്കിയിട്ട് മറിച്ചിട്ടോ ഇതിന് ഇന്ന മരുന്ന് കൊടുക്കണമെന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർക്ക് കഴിയില്ല. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഇത് ഇന്ന രോഗമായിരിക്കും എന്ന് മനസ്സിലാക്കി ഒരു ചികിത്സ പറയുന്ന പോലെ തന്നെ ഈ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലുണ്ടാവണം. അവിടെ കയറ്റിറക്കങ്ങൾ 2 സ്റ്റേഷൻ ഇടയ്ക്കുള്ള പലപ്പോഴും കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും. അതിന് ഗ്രേഡിയന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഗ്രേഡിയന്റിനെ പറ്റി ബോധവാനായിരിക്കണം കൺട്രോളർ. പിന്നെ ഈ ട്രെയിനുകൾ എത്തേണ്ടതിൻ്റെ ചില സമയത്തിൻ്റെ ചില പ്രാധാന്യമുണ്ട്. ചില സ്റ്റേഷനുകൾ എത്തേണ്ട ചില പ്രാധാന്യങ്ങളുണ്ട്. പിന്നെ ഒന്ന് ഈ പങ്ക്ച്വാലിറ്റിയുടെ കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. സമയനിഷ്ഠ പാലിക്കുന്നതിൻ്റെ ചില കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. ഉദാഹരണത്തിന് ഒരു ഡിവിഷൻ, ആ ഡിവിഷനിലേക്ക് വരുന്ന ഒരു വണ്ടി
വന്നപ്പോൾ അത് 80 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. ആ വണ്ടി ഈ ഡിവിഷൻ വിട്ട് വേറെ ഡിവിഷനിലേക്ക് കയറുമ്പോൾ അത് 80 മിനിറ്റ് കൂടുതൽ ലേറ്റ് ആണെങ്കിൽ ഇവർ സമാധാനം പറയണം. അതിന് ഉത്തരം ഉണ്ടായിരിക്കണം. കൺട്രോളർക്ക് ഉത്തരം ഉണ്ടായിരിക്കും. കൺട്രോളർക്ക് ഉത്തരം പറയാൻ കൺട്രോളർ അതിൻ്റെ ഉത്തരവാദിയാണ്. കൺട്രോളർ റെസ്പോൺസിബിലിറ്റി ആണ്. മുൻപ് ഈ ലോക്കോ പൈലറ്റിന് അല്ലെങ്കിൽ ലോക്കോ പൈലറ്റിന് അതിനകത്ത് ലോക്കോ പൈലറ്റിന് വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ജോലിയാണ്. ഈ ലോക്കോ പൈലറ്റിന് കമാൻഡ്സ് എത്തുന്നുണ്ടോ ഇവിടുന്ന്? ഇത് എത്തും. ആ കമാൻഡ്സ് കൊടുക്കുന്ന എല്ലാ റെയിൽവേയിൽ എല്ലാ കമാൻഡുകളും ഒരാളിൽ നിന്ന് ഒരാളിൽ എത്തുന്ന സിഗ്നൽ കൂടിയാണ്. അതെ. ലോക്കോ പൈലറ്റിന് ഇത്രേ പണിയുള്ളൂ. പച്ച സിഗ്നൽ കണ്ടാൽ വണ്ടി പുറപ്പെടുക, മഞ്ഞ സിഗ്നൽ കണ്ടാൽ കോഷനിലാകുക, ചുമല കണ്ടാൽ നിർത്തുക. ഇതാണ് ലോക്കോ പൈലറ്റിന്റെ പരമമായ ജോലി, ബേസിക് ഡ്യൂട്ടി. ബേസിക് ഡ്യൂട്ടി. അതൊരു ഡ്യൂട്ടിയാണ്. അത്ര ഈ പറയുന്നത്ര എളുപ്പമല്ല. വളരെ കൃത്യമായിട്ട് അയാൾക്കും ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ വണ്ടിയുടെ ലോഡ്, അതെ അതെ, അവിടുത്തെ കയറ്റിറക്കം, എവിടെ ബ്രേക്ക് ഇട്ടാലാണ് പോയി നിൽക്കുക, ആ കാര്യത്തിൽ നമുക്ക് കിടക്കണ്ട. ഒരു ഡ്രൈവറുടെ പണിയാണ്. ആ ഡ്രൈവർക്ക് വേണ്ട സിഗ്നൽ, വേണ്ട നിർദ്ദേശം കൊടുക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററാണ്. എസ് എം ആണ് അത് കൊടുക്കുന്നത്. എത്തിക്കുന്നത് കൺട്രോളറാണ്. ഈ എസ് എമ്മിന് ഈ നിർദ്ദേശങ്ങൾ ഡ്രൈവറിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് കൺട്രോളറാണ്. അല്ലെങ്കിൽ റെയിൽവേ ഓപ്പറേഷന് കൺട്രോളർ മുകളിലേക്കുള്ളതെല്ലാം മാനേജ്മെൻറ്റാണ്, മാനേജീരിയൽ കാഡറുകളാണ്. അത് വേറെ. അത് അങ്ങനെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷനാണ്. നടപ്പാക്കലുകാരനാണ് സ്റ്റേഷൻ മാസ്റ്റർ. സ്റ്റേഷൻ മാസ്റ്ററും ഡ്രൈവറും ഇവർ രണ്ടുപേരുടെയും കോർഡിനേറ്റ് ചെയ്യുന്ന ലിങ്ക് മാൻ, റെയിൽവേ ആയിട്ടുള്ള ലിങ്ക് മാനാണ് ഈ കൺട്രോളർ. ഈ കൺട്രോളർ എന്ന് പറയുന്നത് ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നാണ് റെയിൽവേ നിർവചനം തന്നെ. അയാൾ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരുടെ എല്ലാം സുഹൃത്തായിരിക്കണം, ഒരു തത്വജ്ഞാനിയായിരിക്കണം, പിന്നെ അവരെല്ലാം മാർഗദർശിയായിരിക്കണം. ഈ വളരെയധികം ക്ഷമ വേണ്ട ഒരു ജോലിയാണ്. തീർച്ചയായും നമുക്ക് എപ്പോഴും കിട്ടുന്ന ഉത്തരങ്ങൾ നമ്മളെ പ്ലാനിങ്ങിന് അനുസരണമായി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം എന്നില്ല. അതല്ലാത്ത സമയത്ത് അതിനെ നേരിടാൻ വേണ്ട ഒരു പക്വത ഈ കൺട്രോളർക്ക് ഉണ്ടാവണം. എന്നാലേ അയാൾ സക്സസ്ഫുൾ കൺട്രോളർ ആവുകയുള്ളൂ. ഞാൻ ഈ പ്രയോറിറ്റി എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് സാധാരണ ഞങ്ങൾക്ക് മനസ്സിലാകാൻ വഴിയില്ല. റെയിൽവേ ബോർഡിന്റെ ഒരു ഫംഗ്ഷനാണ് എവിടുന്ന് എങ്ങോട്ട് എന്തൊക്കെ കൊണ്ടുപോകണം സാധനങ്ങൾ. നമുക്ക് ഈ പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനിനെ വിടാം. അതിനകത്ത് ഈ ഡിഫറൻഷൻ അനുസരിച്ചുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. ടൈം ടേബിൾ അനുസരിച്ച് അതിനെ കൊണ്ടുപോകേണ്ടി എത്തിക്കുക. നേരെ വെച്ച് ഗുഡ്സ് ട്രെയിൻ ഓപ്പറേഷനിലാണ് ഇവർക്കൊക്കെ കൂടുതൽ പണിയുള്ളത്. ഡ്രൈവർക്കായാലും സ്റ്റേഷൻ മാസ്റ്റർക്കായാലും കൺട്രോളർക്കായാലും കൂടുതൽ പണിയുള്ളത് അവിടെയാണ്. അവിടെ കമ്മിറ്റ്മെന്റുകളുണ്ട്. മറ്റിടത്ത് ഈ സമയത്തിന്റെ കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഈ ഇതിൽ അങ്ങനെയല്ല, ടൈം ബൗണ്ടായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് അതേ ഉള്ളൂ എക്സ്പ്രസ് മെയിൽ പാസഞ്ചർ ട്രെയിനുകൾക്ക്. മറ്റിടത്ത് അങ്ങനെയല്ല. മറ്റിടത്ത് വേറെയും അതിനും വളരെ മുകളിലുള്ള കമ്മിറ്റ്മെന്റുകളുണ്ട്. റെയിൽവേ ബോർഡ് നിർദ്ദേശം തരുന്നു, സദേൺ റെയിൽവേയിൽ ഇന്ന ദിവസം, സദേൺ റെയിൽവേ പോലെ ഏത് റെയിൽവേയിലും ഇന്ന ദിവസം ഇത്രയായിരം വണ്ടികളെ പാടുള്ളൂ എന്ന് അവർ തീരുമാനിക്കുന്നു. ലോഡിങ്ങിന്റെ ഒരു ട്രെൻഡ് വരുന്നത് ചില ഏരിയയിൽ വളരെ പെട്ടെന്ന് വരും. നമ്മളിവിടെ കാണുന്ന പോലെ അല്ല ഈ ഗുഡ്സ് ട്രാഫിക് എന്ന് പറയുന്നത്. ഗുഡ്സ് ട്രാഫിക് നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളിങ്ങനെ ഗുഡ്സ് ട്രെയിനുകൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പം റെയിൽവേ വന്ന കാലത്ത് റെയിൽവേ കോമ്പീറ്റ് ചെയ്യുന്ന കാളവണ്ടിയോടായിരുന്നു. റെയിൽവേ കോമ്പറ്റീഷൻ. കാളവണ്ടിയോടുള്ള കോമ്പറ്റീഷനുമായി ലോറികളോടായി. ലോറികൾ ഞാനൊക്കെ സർവീസ് വരുന്ന കാലത്ത് 10 ടണ്ണാണ് പരമാവധി ലോറിയുടെ കപ്പാസിറ്റി. ഇന്ന് 50 ടണ്ണ് കൊണ്ടുപോകുന്ന ലോറിയുണ്ട്. ഒരു ലോറിയിൽ 50 ടണ്ണ് കൊണ്ടുപോകും. പിന്നെ റോഡുകൾ അതിഭയങ്കരമായി ഡെവലപ്പ് ചെയ്തു. ഈ റോഡുകൾ ഭയങ്കരമായി ഡെവലപ്പ് ചെയ്തതോടുകൂടി റെയിൽവേയുടെ മുകളിലുള്ള കോമ്പറ്റീഷൻ കൂടി. റണ്ണിങ് സ്പീഡ് കൂടണം, കോമ്പറ്റീഷൻ കൂടി, ലോഡ് കൂടുതൽ. നമുക്ക് പണ്ടൊക്കെ ഞാൻ റെയിൽവേയിൽ നിങ്ങൾക്ക് 10 ടൺ ഉണ്ടായിരുന്ന ട്രെയിനിൽ ഗുഡ്സിൽ അയക്കായിരുന്നു. ഇപ്പോൾ ഗുഡ്സിലും 10 ടൺ എടുക്കുകയില്ലെന്നായി. 2500 ടണ്ണിൽ കുറഞ്ഞൊരു ലോഡ് റെയിൽവേയിൽ അയക്കാൻ നിവൃത്തിയില്ല. അതായത് ഒരു ട്രെയിൻ ലോഡ് ചെയ്യണം, അല്ലാതെ പോവില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ ലാസ്റ്റ് വരുന്ന ഇംപ്ലിമെന്റേഷൻ ഈ കൺട്രോളറാണ്. അപ്പോൾ കൺട്രോളറുടെ ഈ ട്രെയിനിൽ ഒരെണ്ണം നിർത്താൻ പറഞ്ഞതാണ് ജനം അറിയുന്നത്. ജനം അറിയുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ അവിടെ നിർത്തി, കെ സ്റ്റേഷനിൽ നിർത്തി പുറകെ വന്ന ഒരു വണ്ടിയെ കയറ്റി വിട്ടു.
അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ട്രെയിൻ വണ്ടിയിൽ നിന്ന് ആൾക്കാരുടെ കമന്റ് കേട്ടിട്ടുണ്ട്. ഈ തെറി മുഴുവൻ കേൾക്കുന്നത് ഈ സ്റ്റേഷൻ മാസ്റ്ററിനും അല്ല, കുറച്ചൊക്കെ ഈ സീസൺ ടിക്കറ്റുകാർക്കൊക്കെ അറിയാം, കൺട്രോളറെ കാര്യം അറിയാം. അങ്ങോട്ട് വിളിക്കാം, അവര് വിളിക്കും, പിന്നെ തെറി പറയും, അതൊക്കെ ചെയ്യും. പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ട് കമന്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയണമൊക്കെ നമുക്ക് കേൾക്കാം. ഈ വണ്ടിക്കകത്ത് സ്ഥലമില്ലാത്തതിന് പോലും അവർ ആരെങ്കിലുമൊക്കെ കുറ്റം പറയണമല്ലോ. അതെ, ഇടിച്ചു കയറി ഞങ്ങൾക്ക് നിൽക്കാൻ സ്ഥലം പോലും കിട്ടിയില്ല, വേർത്തൊലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികൾ നമുക്ക് കേൾക്കാൻ പറ്റും പലതും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത്, ഈ നിങ്ങൾക്കൊരു അക്കാഡമിക് ആയിട്ട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ നീട്ടി പറയാനുണ്ട്. ബേസിക് ആയിട്ടുള്ള ഇതിങ്ങനെയാണ്. ഇപ്പൊ ഡബിൾ ലൈൻ വന്നതോടുകൂടി മിക്കവാറും ഇന്ത്യൻ റെയിൽവേയിലെ ട്രാഫിക് ഉള്ള സ്ഥലങ്ങൾ മുഴുവൻ ഡബിൾ ലൈനായി. അതെ, ഇപ്പൊ ഡബിൾ ലൈൻ പോരാ. ഇപ്പൊ എറണാകുളം ഷൊർണൂർ സെക്ഷൻ പോലും ഡബിൾ ലൈൻ പോരാ, മൂന്നാമതൊരു ലൈനോ നാലാമതൊരു ലൈനോ ആവശ്യമാണെന്നുള്ള ചിന്തയിലേക്ക് എത്തി. അതെ, പോത്തന്നൂർ പാലക്കാടും അതുപോലുള്ള സ്ഥിതിയിലാണ്. എന്നാൽ അത് അവിടെ കയറ്റവും കൂടി ആയതുകൊണ്ട് കൂടി കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഉള്ള വണ്ടികൾ ഇതിന് മുഴുവൻ അവസാന സമ്മാനം പറഞ്ഞിട്ട് ഗുഡ്സ് ട്രെയിനാണ്. ഗുഡ്സ് ട്രെയിൻ പോകാതെ ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ ഈ കൺട്രോളർക്ക് ഈ ഗുഡ്സ് ട്രെയിനും കൊണ്ടുപോകണം. ഈ അങ്ങനെ ഒരു വണ്ടി കൊണ്ടുപോകുന്നതിനോട് ഡ്രൈവർക്കോ സ്റ്റേഷൻ മാസ്റ്റർക്കോ അതിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. അവർക്ക് സൗകര്യം കിട്ടിയ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ലൈൻ ക്ലിയർ ആയി കിട്ടിയാൽ മതി. അവർക്ക് നിർദ്ദേശം കിട്ടണം. അതെ, ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറയുമ്പം അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓടിക്കോളാൻ പറയുമ്പോൾ ഉടനെ ഡ്രൈവർക്കും കഴിയുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ അവർ ഹെൽപ്ലെസ് ആണ്. അപ്പോൾ ഇതിനൊരു വഴിയുണ്ടാക്കി കൊടുത്ത് ആ വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഈ വണ്ടി ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് അവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് കിട്ടും, അതുകൊണ്ട് 2 സ്റ്റേഷൻ കയറ്റി നിർത്താം എന്ന് കണക്കുകൂട്ടി കയറ്റി നിർത്തുന്ന ഉത്തരവാദിത്വം ഈ കൺട്രോളർക്കുള്ളതാണ്. ഫുൾ റെഗുലേഷൻ ഇവിടെയാണ്. അതെ, ഫുള്ളായിട്ട് റെഗുലേറ്ററിംഗ് അതോറിറ്റിയാണ്. അതെ.